ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ ഉമ്മച്ചിയുടെ അനിയത്തിയുടെ വീട്ടിലോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ കാലാമ്പൂരാണ് വീട്, അവിടേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് വീഡിയോസ് എടുക്കുന്നതാണ്. അപ്പോൾ പോകുന്നത് ഞാനും ഇത്തായും ഉമ്മച്ചിയും കുഞ്ഞാവയും കൂടിയിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൻറ്റിയുടെ മോൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കൂടെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ. അങ്ങനെ നമ്മൾ വീടെത്തി കേട്ടോ. കാലാമ്പൂർ സിറ്റി തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ ഇതാണ് ആൻറ്റിയുടെ വീട്. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് തന്നെ ഉമ്മായും വാപ്പായും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ 2 വീലറിലാണ് നേരത്തെ പോകുന്നായിരുന്നു. അപ്പോൾ പോയത് ആമിനും വാപ്പാടെ മടിയിലിരിക്കണ്ട കേട്ടോ. ഇതാണ് ഉമ്മച്ചിയുടെ അനിയത്തിയുടെ മോൻ കേട്ടോ, 2ാമത്തെ അനിയത്തിയുടെ മോനാണ്. പിന്നെ അവൾ ഞങ്ങൾക്ക് വെള്ളമൊക്കെ എടുത്തു തന്നു. പിന്നെ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാൻ കേട്ടോ. ഇവിടെ വന്നാൽ മെയിനായിട്ട് ആൻറ്റിയുടെ മോനെയും കൂട്ടി അടുത്തുള്ള നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണാൻ പോകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു കേട്ടോ അവനോട്. നമ്മൾ വെറുതെ ബോറടിച്ചിരിക്കണ്ടല്ലോ. ആൻറ്റി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം പോകാനായിരുന്നു കേട്ടോ വരുന്നത്. ഫുഡ് കഴിച്ചതിന് ശേഷം അങ്ങനെ നമ്മൾ അടുത്തൊരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഉമ്മച്ചിയുടെ അനിയത്തിയും പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും കൂടി ഞങ്ങളുടെ കൂടെ അപ്പോൾ അടുത്തുള്ള സ്ഥലത്തോട്ടാണ് കേട്ടോ പോയത്. ഇഞ്ചത്തൊട്ടി എന്ന് പറയും, ഒരു ബ്രിഡ്ജാണ് മെയിനായിട്ട് അവിടെ കാണാനുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതാണ് കേട്ടോ. പോണ വഴിക്ക് ആമിന് വെളിയിലെ കാഴ്ചകളൊക്കെ ഉണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് വെളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ചെറിയൊരു ഫോറസ്റ്റ് ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. 2 സൈഡിലും റബ്ബറും അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു പോകുന്ന വഴിക്ക് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല ബ്ലോക്കൊക്കെ ഉണ്ട് കേട്ടോ. സ്ഥലം എത്തിയപ്പോഴേക്കും നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ക്രിസ്മസിന് എല്ലാവരും എവിടേക്കെങ്കിലൊക്കെ ഇറങ്ങുമല്ലോ. അങ്ങനെ നമ്മൾ സ്ഥലം എത്തി. കാര്യമായിട്ട് കാണാനൊന്നുമില്ല കേട്ടോ. അവിടെ ഒരു തൂക്കുപാലമാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അവിടെ കുറച്ച് സ്റ്റോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഐസ്ക്രീം അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടെ കയാക്കിങ് അതുപോലെ തന്നെ വാട്ടർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇപ്പോൾ അതെന്തോ നിർത്തി വെച്ചേക്കുവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സ്ഥലം എത്തി അവിടെയൊക്കെ കണ്ടു പോവാണ് കേട്ടോ. തൂക്കുപാലം വരുന്നത് അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു സമയം 25 പേർക്ക് കയറാൻ പറ്റത്തുള്ളൂ എന്ന്. പക്ഷെ ആൾക്കാരതൊന്നും കണക്കാക്കാതെ ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളങ്ങനെ കയറിയില്ല, തിരക്ക് കേട്ടേന്നും പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് പാലം. ഇവിടെ നിന്ന് കയറിയിട്ട് അക്കരെ പോയിട്ട് തിരിച്ചു വരാണ്ട് എല്ലാവരും ചെയ്യുന്നത്. നല്ല കുലുക്കമൊക്കെ ഉണ്ട് പാലത്തിന്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊച്ചും കൂടി ഉള്ളതുകൊണ്ട് റിസ്ക് എടുക്കാണ്ട് കയറിയില്ല. പിന്നെ കൂടെയുള്ള ആൻറ്റിയുടെ പിള്ളേർ കയറിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആഴമുള്ള ഒരു പുഴ പോലെയാണ് കേട്ടോ താഴെ. അതുകൊണ്ട് തന്നെ ഒരു പേടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. അപ്പോൾ നല്ല രസമാണ് എന്തായാലും കാണാൻ. അപ്പോൾ പിള്ളേർ കയറിയിട്ട് തിരിച്ചു വരുന്നവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ നേരെ പോകുകയാണ് ചെയ്തത്. പോയ വഴിക്ക് ഭൂതത്താൻകെട്ട് വരെ പോകാമെന്ന് കരുതി. അവിടെ നിന്ന് വലിയ ദൂരവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെയും പോയിട്ടോ. അവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഭൂതത്താൻകെട്ട് പുതിയ പാലത്തിലാണ് കേട്ടോ പോയത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ നല്ല ഭംഗിയാണ് അവിടുത്തെ ഡാം കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയ പാലത്തിൽ നിന്നാൽ നമുക്ക് അപ്പുറ സൈഡ് കാണാം കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു.
പിന്നെ ഡാമിലെ ആൾക്കാർ കുറച്ച് പേര് മീനൊക്കെ പിടിക്കണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നൊരു സൺസെറ്റൊക്കെ കണ്ടു. അതിനുശേഷം ഐസ്ക്രീം കഴിക്കാമെന്ന് കരുതി അങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നിടത്തോട്ട് പോയിട്ടോ. അപ്പോഴത്തേക്കും തന്നെ ഒരു സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ആമിനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഐസ്ക്രീം കഴിച്ചതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോകണ്ടോ ചെയ്തത്. പിന്നെ അവിടെ നിന്ന് തന്നെ നമ്മൾ കാലാമ്പൂരിന്ന് ആൻറ്റിയുടെ മോൻ വീട്ടിലോട്ട് കൊണ്ടാക്കുകയാണോ ചെയ്തത്. അപ്പോൾ അവിടം വരെ പോകുന്ന വീഡിയോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ആമിനും ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്ന് മോൻ കൊണ്ടാക്കുകയാണെങ്കിൽ ചെയ്ത് അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.